ഇന്ത്യ സിംബാബ്വെ രണ്ടാം ടി20യിൽ ഇന്ത്യ കളി ജയിച്ചിരിക്കുകയാണ്. മികച്ച വിജയമാണ് ഇന്ന് ഇന്ത്യ സ്വന്തമാക്കിയത്. ഇന്ന് കളി ജയിച്ച് ക്യാപ്റ്റൻ ശ്രേയസ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യ ടി20യിൽ ഇന്ത്യ ജയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ സിംബാബ്വെക്കെതിരെ രണ്ടാമത്തെ ടി20യിലും ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. 219 റൺസാണ് ഇന്ത്യ അടിച്ചുകൂട്ടിയത്. മറുപടി ബാറ്റിങ്ങിൽ സിംബാബ്വെക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഇന്ന് കളി ജയിച്ച് ശ്രേയസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്ത്യൻ ടീം മികച്ച രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ ക്യാപ്റ്റനായ ശേഷം ഒരുപാട് മിസ്റ്റേക്കുകൾ ഇന്ത്യൻ ടീമിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ സെറ്റായി വരികയാണ്. ഇപ്പോഴും ഇന്ത്യൻ ടീമിൽ ഒരുപാട് പേര് ഫോം ഔട്ടാണ്. ഇതിനേക്കാൾ മികച്ചൊരു ടീമിനെ പടുത്തുയർത്തണം. അതാണ് എൻ്റെ ആഗ്രഹം. സഞ്ജു ടി20 ടീമിലേക്ക് തിരിച്ചു വരണം. സഞ്ജു ഇല്ലാതെ ടി20 ടീം പൂർണ്ണമാകില്ല. സഞ്ജു വേൾഡ് കപ്പിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യക്ക് വേണ്ടി നേടിത്തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൂര്യവംശി, അവൻ മികച്ച രീതിയിൽ കളിച്ചു വരികയാണ്. ഒരുപാട് മത്സരങ്ങൾ കൊടുത്താൽ അവൻ മികച്ചൊരു ഇതിഹാസമായി മാറും. സിംബാബ്വെക്കെതിരെ ജയിച്ചത് വലിയ കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. മികച്ച ടീമിനെതിരെ ഞങ്ങൾക്ക് കളി ജയിക്കണം. ഇഷാൻ ഇന്ന് നല്ല കളി കാഴ്ചവെച്ചു. അതുപോലെ തിലക് വർമ്മയും. അടുത്ത മത്സരത്തിൽ ഞങ്ങൾ ഇതേ പ്രകടനം പുറത്തെടുക്കുമെന്ന് ശ്രേയസ് അയ്യർ വ്യക്തമാക്കി. അങ്ങനെ ഇന്ത്യ അടുപ്പിച്ച് രണ്ടാമത്തെ ടി20 ജയിച്ചിരിക്കുകയാണ്. സൂര്യവംശിക്ക് ഇന്ന് ഫോമാകാൻ സാധിച്ചില്ല. അഭിഷേക് ശർമ്മ ഇന്നും ഫ്ലോപ്പായിരുന്നു. എങ്കിലും ഇഷാൻ കിഷൻ അടിച്ചു കളിച്ചു. 81 റൺസാണ് ഇഷാൻ ഒറ്റയ്ക്ക് നിന്ന് അടിച്ചുകൂട്ടിയത്. പക്ഷേ ഇന്ത്യ കളി ജയിച്ചാലും മലയാളി ആരാധകർക്ക് സന്തോഷമില്ല. കാരണം സഞ്ജു ടീമിലില്ല. സൂര്യവംശിക്ക് വേണ്ടി സഞ്ജുവിനെ ഇന്ത്യൻ ടീം പുറത്താക്കിയിരിക്കുകയാണ്. സഞ്ജു ഉണ്ടെങ്കിൽ ഇന്ത്യൻ ടീം മികച്ച രീതിയിൽ മുന്നോട്ട് പോയേനെ. ഇന്ത്യക്ക് ടി20 വേൾഡ് കപ്പിൽ കപ്പ് നേടിത്തന്നത് സഞ്ജുവാണ്. അത് ഇത്രയ്ക്കും പെട്ടെന്ന് BCCI മറന്നുപോയി. സഞ്ജുവിനെ എത്രയും പെട്ടെന്ന് ടി20 ടീമിലേക്ക് തിരിച്ചു വിളിക്കണമെന്നാണ് ആരാധകർ പറയുന്നത്. എന്തായാലും ഇന്ത്യൻ ടീമിനെ വില കുറച്ച് കണ്ട സിംബാബ്വെക്ക് പണി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.